അപ്പം നമുക്കിപ്പോൾ അനുഗ്രഹിക്കാനുള്ള യോഗ്യതയൊന്നും ഇല്ല. വി ആർ ഓൾസോ ഓർഡിനറി സിറ്റിസൺസ്. പി സി ജോർജൊക്കെ ആയിട്ട് വളരെ അടുപ്പാണ്. എൻ്റെ ഫാമിലിക്ക് ഒരു 10-30 വർഷത്തിൽ കൂടുതൽ അടുപ്പമുണ്ട്. ഒന്ന് കൈക്കൂലി വാങ്ങിക്കരുത്, രണ്ടാമത് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് രാജകുടുംബത്തിൽ പോയി അനുഗ്രഹം വാങ്ങിച്ചിട്ടേ പോകാവുള്ളൂ. പൂഞ്ഞാറിന്റെ പ്രതാപമെല്ലാം വിളിച്ചോതുന്ന പൂഞ്ഞാർ കൊട്ടാരത്തിലെത്തി രാജകുടുംബാംഗങ്ങളുടെ അനുഗ്രഹം വാങ്ങിയാണ് ഓരോ സ്ഥാനാർത്ഥികളും ഇന്നും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. രാജഭരണം മാറി ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെ കടന്നു പോകുമ്പോഴും കൊട്ടാരവും രാജകുടുംബാംഗങ്ങളും ഇന്നും പൂഞ്ഞാറിന്റെ പ്രതാപമായി നിലകൊള്ളുകയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ ആണെന്ന് വെച്ചാലും അസംബ്ലി ഇലക്ഷൻ ആണെങ്കിലും ലോക്സഭ ഇലക്ഷൻ ആണെന്ന് വെച്ചാലും ഈ ഭാഗത്ത് നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് എല്ലാവരും ഇവിടെ വന്ന് ഇവിടുത്തെ കാരണവന്മാരെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ച് പോവാറുണ്ട്. അത് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഇപ്പോഴാണെന്ന് വെച്ചാലും അതുപോലെ അവർ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പറഞ്ഞ് ഞങ്ങൾ നോമിനേഷൻ കൊടുക്കാൻ പോകുകയാണ്, ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും വേണം, അപ്പം ഞങ്ങൾ എല്ലാ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട് എന്ന് തന്നെ പറഞ്ഞ് അയക്കാറുണ്ട്. അപ്പം നമുക്കിപ്പോൾ അനുഗ്രഹിക്കാനുള്ള യോഗ്യതയൊന്നും ഇല്ല. വി ആർ ഓൾസോ ഓർഡിനറി സിറ്റിസൺസ്. പക്ഷേ എന്നാലും അവർക്ക് ആ റെസ്പെക്റ്റ് അവർ തരുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആ സ്ഥാനവും ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പി സി ജോർജൊക്കെ ആയിട്ട് വളരെ അടുപ്പാണ്. എൻ്റെ ഫാമിലിക്ക് ഒരു 10-30 വർഷത്തിൽ കൂടുതൽ അടുപ്പമുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഓടിങ് വരും പി സി ജോർജ്. വളരെ അടുപ്പമാണ്. എൻ്റെ അമ്മമാർക്കൊക്കെ വലിയ അടുപ്പമായിരുന്നു പി സി ജോർജ്. പ്ലാത്തോട്ടെന്ന ഫാമിലി ഇവിടുത്തെ ഒരു ഫാമിലിയാണ്, വലിയൊരു ഫാമിലിയാണ്, ക്രിസ്ത്യൻ ഫാമിലിയാണ്. അപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യൻ ഫാമിലീസ് ആണെന്ന് വെച്ചാലും അവരും ഈ രാജകുടുംബമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. പി സി ജോർജ് ഇവിടെ വന്ന് പറയാറുണ്ട്, എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇലക്ഷൻ നിൽക്കണമെന്ന് വലിയ മോഹമായിരുന്നു, പക്ഷേ അപ്പൻ ആദ്യം സമ്മതം ഉണ്ടായിരുന്നില്ല, അവസാനം എൻ്റെ നിർബന്ധം സഹിക്ക വയ്യാതെ ആയപ്പോൾ പറഞ്ഞു, ആകെ രണ്ട് കാര്യമുള്ളൂ എനിക്ക് പറയാൻ, ഒന്ന് കൈക്കൂലി വാങ്ങിക്കരുത്, രണ്ടാമത് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് രാജകുടുംബത്തിൽ പോയി അനുഗ്രഹം വാങ്ങിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇന്നും അതുപോലെ എൻ്റെ അപ്പൻ്റെ വാക്കുകൾ ഞാൻ പാലിക്കുന്നുണ്ട് എന്ന് പി സി ജോർജ് അവിടെ അടുക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്. നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ വരാറുണ്ട്. മിക്കവാറും എല്ലാ കാൻഡിഡേറ്റ്സും ഇവിടെ വന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ട്. ഈ മുസ്ലിംസും ഒരുപാട് പേര് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നത് ഒരു ഖാൻ എന്നൊരാളായിരുന്നു. അപ്പം ഇവർക്ക് ഇവിടെ വന്ന് ഈ സ്ഥലമെല്ലാം വാങ്ങിച്ച് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തെല്ലാം കഴിഞ്ഞപ്പം ഈ ഖാൻ ഫാമിലിക്ക് ഒരു 6 ഏക്കർ സ്ഥലം കൊടുത്തു. അതുപോലെ അവർക്ക് പള്ളി വെക്കാനായിട്ട് പുത്തമ്പള്ളി എന്നാണ്. അപ്പം അതിന് 6 ഏക്കർ സ്ഥലം കൊടുത്തു. പിന്നെ ഈ മുസ്ലിംസിന് അവർക്ക് പ്രധാനമായിട്ടും ഈ കച്ചവടമാണല്ലോ, അതിനായിട്ട് ഒരു 10-200 ഏക്കർ കൊടുത്തു. അതാണ് ഇന്നത്തെ ഈരാറ്റുപേട്ട എന്നാണ് പറയുന്നത്. എനിവേ അവരുമായിട്ട് വളരെ സ്നേഹമായിട്ട് ഇവിടെ കഴിയുന്നത്. അതുപോലെ ക്രിസ്ത്യൻ ഫാമിലീസ് ആണെന്ന് വെച്ചാലും അവരുമായിട്ടും വളരെ അടുത്ത ബന്ധമാണ്. അവർക്കായിട്ട് പള്ളികളെല്ലാം പണിയാനൊക്കെ സ്ഥലം കൊടുത്തിട്ടുണ്ട്, പള്ളി പണിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ജാതി മതത്തിൽപ്പെട്ടവർക്കും വളരെ സ്നേഹമായിട്ട് സന്തോഷമായിട്ടും കഴിഞ്ഞ കാരണം നാട്ടുകാർക്കൊക്കെ വലിയൊരു റെസ്പെക്റ്റ് ഉണ്ട്. രാജകുടുംബം എന്ന് പറഞ്ഞാൽ വലിയൊരു റെസ്പെക്റ്റ് ഉണ്ട്.